ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പേടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ്. ഞാൻ എങ്ങനെ ഇരുന്നേച്ച ആളാണ്, പൊട്ടിത്തെറിക്കുന്ന മട്ടിലല്ല ഇരുന്നേച്ചത്. ഇപ്പം എങ്ങനെ ഞാൻ ആശ്വാസപ്പെട്ടു, എന്തുകൊണ്ടാണ് ഞാൻ ആശ്വാസത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛാ ഞാനുള്ളത് കൊണ്ട് അല്ലേ അച്ഛാ? അല്ല പിന്നെ പിന്നെന്തുകൊണ്ടാണ് അച്ഛൻ എങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. നീയേ വൈജയുടെ മകളല്ല. വൈജ ഏതോ ഒരു പട്ടി പ്രസവിക്കുന്നത് പോലെ എവിടെയോ പ്രസവിച്ചിട്ടു. പക്ഷേ നീ എൻ്റെ മകളാണ്, നീ എൻ്റെ പൊന്നു മകളാണ്, എൻ്റെ മൂത്ത മകള് അലീന എന്നിങ്ങനെ പറയുമ്പോൾ അലീനയ്ക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാനുള്ള സന്തോഷം. നിനക്ക് പ്രജിത മമ്മി എങ്ങനെയായിരുന്നു? പ്രജിത മമ്മിയുടെ സ്നേഹം നിനക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിട്ട് തോന്നിയിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രജിത മമ്മി എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത് ആത്മാർത്ഥതയുള്ളതാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, ആ തലോടലും എല്ലാ കാര്യം കൊണ്ടും എന്ന് പ്രജിത മമ്മിയെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ അലീന. പക്ഷേ ഞാൻ അങ്ങനെയല്ല, അതിലും മേലെയാണ് അലീന. കാരണം എനിക്ക് നീ ആരായിരുന്നു? നീ ഇവിടെ വന്നപ്പോൾ നിന്നെ ഞാൻ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എനിക്കറിയാച്ചാ. ഞാൻ അച്ഛൻ ആരും ആയിരുന്നില്ല, പക്ഷേ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് വന്നു. എല്ലാവരും എന്നെ അവഗണിക്കുമ്പോഴും അച്ഛനെന്നെ പരിഗണിച്ചു, വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും അച്ഛൻ എനിക്ക് എല്ലാം ചെയ്തു തന്നു. എല്ലാവരും ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് ഉറങ്ങിയില്ലേ, അപ്പോഴും അച്ഛനല്ലേ എന്നെ സപ്പോർട്ട് ചെയ്ത്. മതി, നിർത്ത്, അറിയാലോ നിനക്ക് കാര്യങ്ങളെല്ലാം, ഇനി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അലീന എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ ഒന്ന് തലോടുകയാണ്. നീ എൻ്റെ മകൾ തന്നെയാണ്, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അലീന എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ ഒരുപാട് അങ്ങനെ കൊഞ്ചിക്കുകയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പം മുത്തശ്ശിയുടെ ആ കട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടം. കാരണം എപ്പോഴും മുത്തശ്ശിയുടെ കൂടെയാണല്ലോ കിടന്നുകൊണ്ടിരുന്നേച്ചത്, ഇന്ന് ഒറ്റക്ക് കിടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ ആ കട്ടിലൊക്കെ നല്ല വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ മടക്കി അങ്ങനെ ഇടുക. അപ്പോഴാണ് കൃഷ്ണ അങ്ങോട്ട് കയറി വരുന്നത്. ചേച്ചി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ മോളെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു, ഇനി പേടിക്കണ്ടല്ലോ, ചേച്ചിക്ക് കട്ടിലിൽ കിടക്കാലോ സുഖമായിട്ട്. പക്ഷേ ചെറിയ കട്ടിലായിപ്പോയി ചേച്ചി, ഇച്ചിരി കൂടി വലിയ കട്ടിലായിരുന്നെങ്കിൽ ഞാനും കൂടി വന്ന് കിടന്നാനായിരുന്നു. ഒരുമയുണ്ടെങ്കിൽ മനസ്സിലായി, ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം, അങ്ങനെയല്ലേ? അതേന്നേ ചേച്ചി, എന്നാലും ചേച്ചി ഇവിടെ കിടന്നു ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന നേരെ അങ്ങോട്ട് പോയി അവിടെ താഴത്ത് ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കുകയാണ്. ചേച്ചി എന്താ താഴത്ത് കിടക്കാൻ പോവാണോ? എനിക്കിവിടെ കിടക്കണേ മോളെ ഇഷ്ടം. പക്ഷേ ഈ മുത്തശ്ശി പോയില്ലേ, പിന്നെ ആ കട്ടിലേക്ക് കിടന്നാലെന്താ പ്രശ്നം? നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അവർ വരുമെന്നാണ് പറയുന്നത്. എനിക്ക് മുത്തശ്ശി ഇവിടെ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. മുത്തശ്ശിയുടെ ആ സാമീപ്യം ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ചാൽ നമ്മുടെ മനസ്സ് പോലെ തന്നെ ഉറപ്പായിട്ട് നടക്കുമെന്നാ. മുത്തശ്ശി വരട്ടേന്നേ. ചേച്ചി എനിക്കിഷ്ടപ്പെട്ടു. എന്ത് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ അലീന ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് കൃഷ്ണമോൾ ഒരു തലേണയും ബെഡ്ഷീറ്റായിട്ട് വരികയാണ്. നീ എവിടെ പോകുന്നു മോളെ? അത് ഞാൻ ചേച്ചിയുടെ ഒപ്പം കിടക്കാനായിട്ട്. എനിക്ക് ചേച്ചിയുടെ ഒപ്പം കിടന്നാൽ മതി, വേറെ ആരുടെ ഒപ്പം കിടക്കണ്ട മോളെ, അത് വേണം എന്നും പറഞ്ഞുകൊണ്ട് അലീൻ്റെ അടുത്ത് കിടക്കുകയാണ്. ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിരുന്നെങ്കിലോ? ചേച്ചി ഇവിടെ ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു ചേച്ചിയുടെ കുഞ്ഞനിയത്തിയായിട്ട് ഞാനും. എന്താ, നീ എൻ്റെ അനിയത്തിയല്ലേ? തീർച്ചയായിട്ടും ഞാൻ ചേച്ചിയുടെ കുഞ്ഞനിയത്തി തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോള് അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. എന്തിനാ മോളെ നീ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് നമ്മുടെ രേവതിക്കുട്ടിയെ കാണിക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടി കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ വീട്ടുകാവൽക്കാരനായ ജോസൂട്ടിയാണെങ്കിൽ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ രേവതിക്കുട്ടി ഈ ഒരു കാഴ്ച കാണുന്നത്. രേവതിക്കുട്ടി ഓടിച്ചിട്ട് അപ്പോൾ അങ്കിൾക്ക് ഈ ഡ്രൈവിംഗ് സീറ്റ് കൊടുക്കില്ലെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് കേട്ട് ഞങ്ങൾ പിടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്കിളെ ഇത് കണ്ടോ? അങ്കിളെ ഡ്രൈവ് ചെയ്യിപ്പിക്കില്ലെന്നാ തോന്നുന്നത്. ആണോടാ? നീ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ സാറ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും വരണം, ഞാനിവളുടെ കോളേജൊക്കെ ഒന്ന് കാണട്ടെ.
ഓ, ഇവൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണല്ലോ. ഇപ്പൊ കോളേജിലും കൂടി പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ അവളുടെ കോളേജ് ഞാനും കൂടി ഒന്ന് കാണട്ടേന്നേ. കണ്ടെന്ന് വിചാരിച്ച് ഒരു കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ ഹയ്യടാ കോളേജിലേ അങ്ങനെ കാണാൻ വരണ്ട. അപ്പൊ അവിടെ നിന്ന് ചാടി എഴുതിയിട്ട് എന്താ ഞാൻ കാണാൻ വന്നാല്, ഓ ഇവിടെ ജോലിക്കാരിയായിട്ട് വന്നതാണ്, എന്നിട്ട് ഇവൾക്ക് മാത്രം എല്ലാ സൗകര്യവും ഒപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ജോസൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയ തക്കം നോക്കി നമ്മുടെ മാമച്ചായന ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കുകയാണ്. ആ അങ്കിള് പിടിവിട്ടല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജോസൂട്ടി ആകെ ചമ്മി നല്ലൊരു അവസ്ഥയിൽ, അതെ ഞാൻ രേവതിക്കുട്ടിയുടെ ഫാദറായിട്ടാണ് പോകുന്നത്. എന്താ ജോസൂട്ടി, നിനക്ക് രേവതിക്കുട്ടിയുടെ ഫാദറായിട്ട് പോകാൻ പറ്റുമോ കോളേജിലേക്ക്? എങ്കിൽ പിന്നെ കയറിയിരുന്നോ, കുഴപ്പമൊന്നുമില്ല. എന്താ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഈ ജോസൂട്ടി ഒന്നും മിണ്ടുന്നില്ല. അയ്യോ അതെങ്ങനെയാണ് ജോസൂട്ടി ചേട്ടനെ കൊണ്ടുപോകുന്നത്? ഈ വീടൊക്കെ നോക്കണ്ടേ, പിന്നെ പട്ടിക്ക് തീറ്റ കൊടുക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ജോസൂട്ടി നേരെ മുന്നോട്ട് നടക്കുക. അപ്പോൾ അതാ വരുന്നു ഗ്രേസമ്മമ്മായി. ഗ്രേസമ്മാൻറ്റി വന്നിട്ട് ദേ ഈ കുട്ടിക്ക് ഭയങ്കര മറവിയാണ്ടോ, ഇതെന്താ ഭക്ഷണം എടുക്കാതെ പോയത് രേവതിക്കുട്ടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിയെ പറയാ, അത് പിന്നെ ഇന്ന് ഉച്ചവരെയുള്ള ആൻറ്റി, എന്തിനാ ഭക്ഷണം കൊണ്ടുപോകുന്നത്? എന്നാലും കൊണ്ടുപോയിക്കോ, കഴിച്ചിട്ട് വന്നാൽ മതി, എന്തിനാണ് വിശന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ബാഗിലേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ ഗ്രേസമാൻറ്റിയെ ഡോറ് തുറന്ന് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുകയും ചെയ്യാണ്. അങ്ങനെ രേവതിക്കുട്ടി ഇവരെല്ലാവരും പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ മനു നേരെ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. എന്താടാ മനു വിശേഷിച്ച് എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്കിളെന്തെടുക്കുക, ഞാൻ ഈ പുറത്തു കൂടിയൊക്കെ ഒന്ന് നടക്കുകയാണെടാ മനു. അയ്യോ അങ്കിൾക്ക് സുഖമില്ലാത്തല്ലേ, നടക്കാനൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നേ, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കുറച്ചൊക്കെ നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും റൂമിൽ തന്നെ കുത്തിരിക്കാൻ പാടില്ലത്രേ. അങ്കിള് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു മറിച്ചു എന്നൊക്കെ അറിഞ്ഞല്ലോ. അല്ല മുത്തശ്ശിയെ കൊണ്ടെന്ന് കൊല്ലപ്പള്ളി വിട്ടെന്നൊക്കെ അറിഞ്ഞല്ലോ. അത് നിന്റെ വൈജാൻറ്റിയുടെ ഗുണമാണ്, അവളുടെ വാശി. പക്ഷേ നമ്മുടെ മുന്നിൽ ഈ വാശിയൊക്കെ നടക്കോ? അത് ശരിയാണ്. പക്ഷേ അങ്കിള് വേറെ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തു. അലീനയെ വലിയൊരു പ്രൊമോഷൻ കൊടുത്തുന്നാണല്ലോ ഞാൻ കേട്ടത് അങ്കിളുടെ മകളായിട്ട്. എന്താടാ അത് വലിയൊരു പ്രൊമോഷൻ തന്നെയല്ലേ? നമ്മൾ ഏതൊരു ജോലിക്കും ഒരു പ്രൊമോഷൻ കൊടുക്കുന്ന നല്ലതല്ലേ? അത് നല്ലതൊക്കെ തന്നെയാണ് അങ്കിള്. പക്ഷെ നേരത്തെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതൊരു തമാശയായിട്ടാണ് എടുത്തത്. പക്ഷേ ഇത് അങ്കിള് ഞെട്ടിച്ചു കളഞ്ഞില്ല അങ്കിളെ. അലീനയെ മകളായിട്ട് അങ്ങോട്ട് ദത്തെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് കുറച്ച് ഓവറല്ലേ അങ്കിളെ? എൻ്റെ പൊന്നു മോനെ, ഇതൊന്നും ഓവറല്ല. അതുക്കും മേലെയാണ് ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അവള് ഇനി എൻ്റെ മകള് തന്നെയാണെടാ മനു. എടാ എൻ്റെ മകളായാൽ പിന്നെ നിനക്ക് മുറപ്പെണ്ണാണേ. എന്താ അങ്കിളീ പറയുന്നത്? അതും തീരുമാനിച്ചോ? അതേടാ ഞാനുള്ള കാര്യം പറഞ്ഞ ഇനി അലീനയെ നിനക്ക് കല്യാണം കഴിക്കാം. ഒന്ന് പോവങ്ങളെ. എടാ മനു, നീ എൻ്റെ അടുത്ത് ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലീനയെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ വീട്ടു ജോലിക്കാരിയല്ലേ, അനാഥയല്ലേ, ഇതൊക്കെ വീട്ടിൽ സമ്മതിക്കോ എന്നൊക്കെ ആലോചിച്ച് നിനക്കൊരു ടെൻഷൻ ഉണ്ടായതല്ലേ? അത് അങ്ങളെ ചുമ്മാ പറഞ്ഞ് കയറിപ്പോവല്ലേ. എടാ എനിക്കറിയാടാ, നീ ഇനി അലീനെ അങ്ങനെ വിചാരിക്കണ്ട. അവൾ എൻ്റെ മകളാണ്. അവള് അനാഥയല്ല. പിന്നെ കൃഷ്ണയ്ക്കും രോഹിത്തിനും ബബിതയ്ക്കും കൊടുക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും അലീനയ്ക്കുണ്ട്. എൻ്റെ എല്ലാ സ്വത്തുക്കളുടെ അവകാശിയും അലീനയുമാണ്. അതുകൊണ്ട് അലീനയ്ക്ക് ഒന്നുമില്ലാന്ന് നീ വിചാരിക്കണ്ട. അയ്യോ അങ്കളെ, അങ്ങനെയൊന്നുമല്ല അങ്കളെ. പണവും പദവിയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നത്, അല്ലല്ലോ അങ്കളെ. പക്ഷേ ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, നീ അങ്ങനെ വിചാരിച്ച് അലീനയെ തള്ളിക്കളയണ്ടെന്നാ പറഞ്ഞത്. എൻ്റെ പൊന്നങ്ങളെ, അങ്കിളെ പറച്ചില് എന്നെ ഇപ്പം തന്നെ അങ്കിള് കല്യാണം കഴിപ്പിക്കുമെന്നാണല്ലോ തോന്നുന്നത്. എടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ ഈ കാരണം പറഞ്ഞുകൊണ്ട് അലീനയെ അങ്ങനെ മാറ്റി നിർത്താതിരുന്നാൽ മതി. എൻ്റെ പൊന്നങ്ങളെ, ഞാൻ അങ്കളെ നമിച്ചു, ഞാൻ അങ്കളെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അലീന ഇരുന്ന് അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് കൃഷ്ണമോള് വന്നിട്ട് ചേച്ചി എന്ത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? വാ ടേബിളിൽ പോയിരുന്ന് കഴിക്കാൻ പാടില്ല. വേണ്ട മോളെ, എന്തിനാണ്? ഒരാൾക്ക് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്ന ഇഷ്ടമല്ല, പിന്നെ അവിടെ പ്രശ്നമായി ബഹളമായി. ഞാൻ കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കൂല്ല.
അതുകൊണ്ട് ഞാൻ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല, അതുകൊണ്ട് അടുക്കളയിൽ വന്നിരുന്ന് കഴിച്ചത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളൊരു പ്ലേറ്റ് എടുത്തിട്ട് അലീനുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് പാത്രത്തിലേക്ക് വെക്കുകയാണ്. ചേച്ചി, എനിക്ക് ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം മതി കേട്ടോ. അങ്ങനെ കറി എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേ കയ്യോ മോളെ ഞാൻ മുട്ട ഇപ്പം പൊളിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്, അയ്യോ ചേച്ചി ഞാൻ പൊളിച്ചാലോ, വേണ്ട, ഇതേ സൂക്ഷിച്ച് പൊളിച്ചില്ലെങ്കിൽ അതിൻ്റെ വെള്ളയൊക്കെ ആ തൊലിയിലിരിക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് പൊളിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഈ നമ്മുടെ വൈജയും അതേപോലെ തന്നെ ബാക്കി 2 കൂടി ഉണ്ടല്ലോ ഗ്യാങ്ങായിട്ട്. അപ്പോൾ അവരിങ്ങനെ ഈ രോഹിത്താണെങ്കിൽ അവളിങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്, അവളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അലീനുണ്ടാക്കിയ ഭക്ഷണം നീ കഴിക്കരുതെന്ന്, എന്നിട്ട് അവൾ കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ ബബിതയും അതേ അമ്മ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, നമ്മളുടെ കൂടെ നിൽക്കാതെ അവൾ എന്തിനാണ് അലീനയോടൊപ്പം നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അതാ വരുന്ന കൃഷ്ണമോള് ഭക്ഷണമായിട്ട് വരിക. വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഭക്ഷണം വന്ന് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വിളമ്പി കറിയൊക്കെ. അപ്പോൾ നമ്മുടെ രോഹിത് പറയണം, അലീന നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, സോറി കൃഷ്ണ, നിന്നോട് ഞാൻ പറഞ്ഞില്ല അലീനുണ്ടാക്കിയ ഭക്ഷണം നീ കഴിക്കരുതെന്ന്, പിന്നെ എന്തിനാ ചേട്ടാ വാശി പിടിക്കുന്നത്? നല്ല ഭക്ഷണം ഉള്ളപ്പോൾ നമ്മൾ വേറെ വല്ല ഭക്ഷണം തേടി പോകോ? ആലീന ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയാണ്, എനിക്ക് അതുകൊണ്ട് അത് മതി. ദേ നിന്നോട് ഞാൻ പറഞ്ഞതാ അമ്മയോടൊപ്പം കൂട്ട് നിൽക്കണമെന്ന്, അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്ന്. അയ്യോ നിങ്ങൾ വാശി പിടിക്കല്ലേ, ആ ഉണക്കദോശ കഴിക്കാതെ ദേ ഇവിടെ അപ്പവും കറിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വാശിയെല്ലാം കളഞ്ഞിട്ട് ഇതങ്ങോട്ട് കഴിച്ചാൽ പോരെ, ഞങ്ങൾക്ക് ഏതായാലും വേണ്ട, അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം മതി. ഇതേ ഇങ്ങനെ വാശി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇതേ കൃഷ്ണമോളെ, നിന്നോട് ഞാനിത് കഴിക്കരുതെന്നാണ് പറഞ്ഞത്, ഞാനിത് കഴിക്കും, നമ്മൾ നല്ല ഭക്ഷണം ഉള്ളപ്പോൾ വേറെ ഭക്ഷണം തേടിപ്പോണ്ട ആവശ്യമില്ല, നീ കഴിക്കോ അല്ലേ? ദേ രോഹിതേട്ടൻ എന്താ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണോ? ഞാൻ അച്ഛനോട് പറയേ? നീ അച്ഛനോട് പറയോ? അവളുടെ ഒരു അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അങ്ങോട്ട് തട്ടി തെറിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബാലചന്ദ്രൻ്റെ വരവ്. അപ്പോൾ ബാലചന്ദ്രൻ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരെല്ലാവരും പേടിച്ചും പോയി. രോഹിത് അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് അവിടെ നിന്ന് പോകാനുള്ളൊരു ശ്രമം. നിൽക്കട അവിടെ, നിന്നോട് ആരാടാ പറഞ്ഞത് ആ പ്ലേറ്റ് എറിഞ്ഞു പൊട്ടിക്കാൻ? നീ സമ്പാദിച്ചു കൊണ്ടുവന്നതാണോ? നീയാണോ ആ പ്ലേറ്റ് മേടിച്ചത്? നീ ഉണ്ടാക്കിയ ഭക്ഷണമാണോ അത്? എന്നിട്ട് അവൻ അഹങ്കാരം കാണിക്കുന്നു. ദേ നിനക്ക് ആരാടാ അധികാരം തന്നത് ഈ പ്ലേറ്റൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാൻ? നീ വേലെടുത്തുകൊണ്ട് വന്ന് നീ പൈസ മുടക്കി ഓരോ സാധനങ്ങൾ മേടിക്ക്, എന്നിട്ട് നീ വലിച്ചു എറിഞ്ഞ് പൊട്ടിക്ക്, അതാണ് മാന്യത. അല്ലാതെ മറ്റുള്ളവർ മേടിച്ച പ്ലേറ്റുകളും മറ്റുള്ളവരുണ്ടാക്കിയ ഭക്ഷണങ്ങളും എറിഞ്ഞു പൊട്ടിക്കാൻ നിനക്ക് ഒരവകാശമില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിതിൻ്റെ കാരണം നോക്കി പട്ടക്കെന്നും പറഞ്ഞു ഒറ്റടിയാ. അലീനയും ഞെട്ടിപ്പോയി. അലീന അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അലീനയുടെ മുന്നിൽ രോഹിത്തിനെ തല്ലിത് കഴിഞ്ഞപ്പോഴേക്കും വൈജി എല്ലാവരും കൂടെ ചാടി എണീക്കുക. രോഹിത് അത് നാണം കെട്ടൊരവസ്ഥയിലായി പോയി. ദേ ഇവിടെ തെമ്മാടിത്തരം പാടില്ല, നീ എന്താണ് ഗുണ്ടായിസം കാണിക്കുന്നോടാ, കയറിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിതനോട് കയറ്റി വിടുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ എല്ലാവരോടും കൂടി പറയണം, ബബിത നിന്നോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ അഹങ്കാരം കാണിക്കാൻ പാടില്ല, ഇവിടെ ഇനി ഒരടുക്കള മതി, മനസ്സിലായോ? അങ്ങനെ കഴിക്കാൻ പറ്റാത്തവർക്ക് പുറത്തേക്ക് പോകാം, പുറത്ത് പോയി കഴിക്കാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് ഇവിടെ വരത്തിരുന്ന് കഴിക്കാം. പിന്നെ ഈ ഓർഡർ ചെയ്യുന്നൊരവസരവും അധികം നാൾ നീണ്ടു പോകില്ല, പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ തൂത്തെറിയും. അപ്പോൾ നമ്മുടെ വൈജ എറിയ, ഞങ്ങളെല്ലാവരും ആണല്ലോ തടസ്സം നിങ്ങൾക്ക്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും തൂത്തെറിയാ നിങ്ങളങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രനോട് വൈജ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയാണ്. എറിയും, എൻ്റെ മോളെ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങളെല്ലാവരും വലിച്ചെറിയുന്നോ? അങ്ങനെ വേണ്ട ഇവിടെ. ദേ എൻ്റെ മോളെ നോക്കാൻ അനുസരിക്കാനും പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ കയറി പോവുക. വൈജയ്ക്ക് വന്ന കാലി. വൈജിയാണെങ്കിൽ നിനക്ക് സമാധാനമായല്ലോ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരുന്ന കുടുംബമാണിത്. ദേ കുട്ടിച്ചോറാക്കിയപ്പോൾ നിനക്ക് സമാധാനമല്ലോ, കുട്ടിച്ചോറാക്കം കയറി വന്ന പിശാച് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലിനിയെ ചീത്ത വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുക. അപ്പോൾ കൃഷ്ണമോൾക്ക് ഒരുപാട് സങ്കടം തോന്നി. ഈ അലീനയാണെങ്കിൽ കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചിട്ട് മോളെ നീ കരയണ്ട, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ, നമസ്കാരം, താങ്ക് യു, സീ യു, ബൈ.